എക്കാലവും അഭിമാനിക്കാവുന്ന നേട്ടം മലയാള സിനിമ കൈവരിച്ചിട്ടുണ്ടെന്ന് നടൻ മോഹൻലാൽ കൊച്ചിയിൽ ഗ്രാൻഡ് മാസ്റ്ററിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു താരം. നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ മികച്ച അഭിപ്രായം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മോഹൻലാലിന് താരപദവി തിരിച്ചു നൽകിയ ചിത്രം, പ്രേക്ഷകരും വിമർശകരും നല്ലതു പറഞ്ഞ ചിത്രം. ഗ്രാൻഡ് മാസ്റ്റർ തിയേറ്ററുകളിൽ 60 പിന്നിടുമ്പോൾ അണിയറ പ്രവർത്തകർക്കിത് ആഘോഷ നിമിഷങ്ങൾ. കൊച്ചിയിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് ഗ്രാൻഡ് മാസ്റ്റർ 61ാം ദിന വിജയം ആഘോഷിച്ചത്. സിനിമയിൽ പുതിയ ഗെറ്റപ്പിൽ തിളങ്ങിയ ലാൽ തന്നെയായിരുന്നു മുഖ്യ ആകർഷണം. ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായ മനോഹരമായ സിനിമകൾ മലയാള സിനിമയിൽ നിന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ യക്ഷി എന്ന് പറയുന്ന സിനിമ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ മാനസിക രോഗത്തെ മനോഹരമായി ചിത്രീകരിച്ച സിനിമയാണ്. അന്ന് നമ്മുടെ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ സിനിമ ചെയ്തത്. അത്തരം പ്രമേയങ്ങൾ PN മേനോൻ സാറായാലും അല്ലെ ചായം, അല്ലെങ്കിൽ പണിമുടക്ക്, ചെമ്പരത്തി, ഭയങ്കരമായ അരവിന്ദേട്ടനായാലും. ഞാനിപ്പോഴും ഓർക്കുന്നു, അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ ബോംബെയിൽ, അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ 1200 എന്ന് പറയുന്ന സൂം ലെൻസ്, അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ, അവിടുത്തെ പ്രഗത്ഭരായ സംവിധായകരടക്കം ഞങ്ങളുടെ സെറ്റിൽ വന്നു. കാര്യം ആദ്യമായിട്ട് അത് യൂസ് ചെയ്യുന്ന ഒരു മലയാള സിനിമയ്ക്കാണ്. ആദ്യമായി ഒരു സിനിമാ സ്കൂപ്പ് ചിത്രം ഉണ്ടായത് മലയാള സിനിമയിൽ നിന്നാണ്. 70mm ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന മലയാള സിനിമയിൽ നിന്നാണ്. 3D ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായത് മലയാള സിനിമയിൽ നിന്നാണ്. ആദ്യമായിട്ടൊരു കോ പ്രൊഡക്ഷൻ, അത് വളരെ അഭിമാനപൂർവ്വം പറയുന്നു. എൻ്റെ തന്നെ സിനിമയായ വാനപ്രസ്ഥമാണ് ഫ്രാൻസുമായിട്ട്. അതിനു മുമ്പ് പല ടെലിവിഷൻ ചാനലുകളുമായിട്ട് ചേർന്നായിരുന്നു ഇന്ത്യയിൽ അത്തരം കോ പ്രൊഡക്ഷനുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് എപ്പോഴും അഭിമാനിക്കാം. ചിത്രത്തിന് പ്രേക്ഷകർ നൽകിയ പിന്തുണയ്ക്ക് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നന്ദി അറിയിച്ചു. എല്ലാവരും മികച്ച അഭിപ്രായമാണ് പങ്കുവച്ചത്. റിലീസിന് മുമ്പേ സിനിമയെക്കുറിച്ച് നല്ലതു പറഞ്ഞത് സംവിധായകൻ സിദ്ദിഖാണ്. ഏത് കഥ കിട്ടിയാലും ആദ്യം അദ്ദേഹത്തോടാണ് ഞാൻ പറയാറ്. അങ്ങനെ ഞാൻ പറയാതെ ചെയ്ത 2 പടങ്ങളും വലിയ പരാജയമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കഥ കേട്ട ചിത്രങ്ങൾ എനിക്ക് വലിയ വിജയങ്ങളും തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് ആദ്യം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഈ സിനിമ എല്ലാ രീതിയിലും ശ്രദ്ധിക്കപ്പെടും, വലിയ വിജയമാവും. എന്നാൽ നല്ല കഥയും നല്ല സിനിമയും ആയതുകൊണ്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ വിജയിച്ചതെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ നല്ല കഥകൾ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി. ഉണ്ണി പറഞ്ഞിട്ടുള്ള നല്ല കഥകൾ ഒക്കെ തന്നെ ഞാൻ ആ നിമിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തോന്നിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കഥ വന്നില്ലല്ലോ എന്നാണ് എനിക്ക് കഥ കേൾക്കുമ്പോൾ തോന്നുന്നത്. അത്രയും അസൂയ തോന്നിപ്പിക്കുന്ന ചില ത്രെഡുകളാണ് ഉണ്ണി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വിജയിച്ചിട്ടുള്ളത്. മാടമ്പിയിലും ഗ്രാൻഡ് മാസ്റ്ററിലും കണ്ടത് നല്ല കൂട്ടുകെട്ടിന്റെ കൂടി വിജയമാണെന്ന് സംവിധായകൻ സിബി മലയിൽ. സിനിമയിൽ ചില കെമിസ്ട്രികൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യാറുണ്ട്. 2 വ്യക്തികൾ തമ്മിൽ, ചിലപ്പോൾ റൈറ്ററും ഡയറക്ടറാവാം, ചിലപ്പോൾ ആക്ടറും ഡയറക്ടറാവാം. അത്തരത്തിലുള്ളൊരു നല്ല കെമിസ്ട്രി ഇവരുടെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ 2 ചിത്രങ്ങളുടെയും വിജയം ഒരുപക്ഷെ അത്തരത്തിൽ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. UTV മലയാളത്തിൽ നിർമ്മിച്ച ആദ്യ ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ കമ്പനി പ്രതിനിധി ധനഞ്ജയൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, തിയേറ്റർ പ്രതിനിധികൾ, മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാന നടൻ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് വരെയുള്ളവർക്ക് ഒരേ രൂപത്തിലുള്ള ഉപഹാരം ഒരേ വേദിയിൽ വിതരണം ചെയ്തത് ഗ്രാൻഡ് മാസ്റ്ററിന്റെ വിജയാഘോഷത്തിന്റെ സവിശേഷതയായി. മോഹൻലാൽ, സിദ്ദിഖ്, സിബി മലയിൽ, മേജർ രവി എന്നിവരാണ് അണിയറ ശില്പികൾക്ക് ഉപഹാരം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.